ഒരുവൻ യാത്ര പുറപ്പെടും മുൻപ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2-ഉം വേറൊരുവന് 1-ഉം കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചുവെച്ചു. ഏറെ കാലത്തിനു ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. കൊല്ലം ജില്ലയിലെ പത്തനാപുരം സെയിന്റ് സ്റ്റീഫൻസ് കോളേജ് അനേകായിരം വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നുകൊടുത്ത ഈ കലാലയം 1964 മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മോസ്റ്റ് റവറൻഡ് മാർത്തോമ ഡൈനീഷ്യസ് തിരുമേനി സ്ഥാപിച്ചു. കായിക രംഗത്തും പത്തനാപുരം സെയിന്റ് സ്റ്റീഫൻസ് കോളേജ് പ്രശസ്തമാണ്. കേരളത്തിലെ എണ്ണം പറഞ്ഞ വോളിബോൾ ടീമുകളിലൊന്ന് ഈ കലാലയത്തിൻ്റെതാണ്. വിവേകവും ബുദ്ധിയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ കുറവുകൾ നിറവുകളാകുന്ന അനുഭവമാണ് ഈ കലാലയം തരുന്ന സാക്ഷ്യം. പത്തനാപുരം സെയിന്റ് സ്റ്റീഫൻസ് കോളേജ് വോളിബോൾ ടീം പ്രശസ്തമാണ്. 19 വർഷം തുടർച്ചയായി കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് നിലനിർത്തിയ ഈ ടീമിലെ അംഗങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടെ കളിക്കുന്നു. ഒരിക്കൽ പരാജയങ്ങൾ രുചിച്ചിരുന്ന പത്തനാപുരം സെയിന്റ് സ്റ്റീഫൻസ് കോളേജ് മിന്നുന്ന വിജയങ്ങൾ കരസ്ഥമാക്കിയതിനു പിന്നിൽ ദൈവത്തോടും മനുഷ്യരോടും സത്യസന്ധത പുലർത്തിയ ഒരു അധ്യാപകന്റെ ശ്രമമുണ്ട്. ഒരു നല്ല ഗുരുനാഥൻ തൻ്റെ ശിഷ്യരെ ജ്ഞാനത്തോടും ദൈവത്തോടും ചേർത്തു നിർത്തിയ സ്നേഹോപാസനയുടെ കഥ. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടതുമൂലം വിജയങ്ങൾ മാത്രം തേടിയെത്തിയ ഒരു ടീമിൻ്റെ കഥ. എൻ്റെ പേര് സി ടോമി. ഞാൻ പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ 1985 കായികാധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. അന്ന് ഞാൻ ഈ കോളേജിലെത്തുമ്പോൾ ഇവിടെ ഒത്തിരിയേറെ പരിമിതികൾ ഉള്ളതിനാൽ നല്ല ടീമുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ സ്പെഷ്യലൈസേഷൻ വോളിബോൾ ആയതുകൊണ്ടും ഈ ദേശത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കായിക വിനോദം വോളിബോൾ ആയതുകൊണ്ടും ഒരു വോളിബോൾ ടീമിനെ ഈ കോളേജിന് വേണ്ടി രൂപപ്പെടുത്തണമെന്ന് മനസ്സിൽ തോന്നി. അതനുസരിച്ച് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ അനുഗ്രഹ ആശംസകളോടെ കഠിനമായ അധ്വാനവും നിരന്തര പരിശ്രമവും ആരംഭിച്ചു. അതിനാദ്യമായി ചെയ്തത് പത്തനാപുരം പ്രദേശത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ പോയി വോളിബോൾ കോച്ചിങ് ക്യാമ്പുകൾ നടത്തി. അതോടൊപ്പം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കളിക്കാരെ ഈ കോളേജിൽ അഡ്മിഷൻ കൊടുത്ത് ടീമിലെടുത്തു. 10 വർഷത്തെ നിരന്തര അധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടും 1994 പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് 1-ാം സ്ഥാനത്തേക്ക് കടന്നു വന്നു. ഇടുക്കി ജില്ലയിലെ വെള്ളാരംകുന്ന് ചെറുശ്ശേരി വീട്ടിൽ CP ചാണ്ടിയുടെയും മറിയത്തിൻ്റെയും മകൻ CC ടോമി 1985 പത്തനാപുരം സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ കായിക അധ്യാപകനായി ചേരുന്നത്. കാലം ചെയ്ത ഡൈനീഷ്യസ് തിരുമേനിയുടെ ഓർമ്മയ്ക്കായി നടന്ന മാർത്തോമ ഡൈനീഷ്യസ് ഓൾ കേരള വോളിബോൾ ടൂർണമെന്റ് ആ കാലയളവിലാണ് കോളേജിൽ സംഘടിപ്പിക്കപ്പെട്ടത്. കോളേജിലെ വോളിബോൾ ടീമിനെ ശക്തിപ്പെടുത്തണമെന്ന
പ്രൊഫസർ CC ടോമി സാറിൻ്റെ ഉത്കടമായ ആഗ്രഹം. ആത്മീയ ഉപദേശത്തിനായി അദ്ദേഹത്തെ ചാലക്കുടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അയച്ചു. അവിടെ വെച്ച് ദൈവം നൽകിയ അടയാളങ്ങൾ ടോമി സാറിൻ്റെ ജീവിതം മാറ്റിമറിച്ചു. ഞാൻ ധ്യാനത്തിന് അവിടെ കടന്നു ചെന്നപ്പോൾ അടൂരിൽ നിന്നും ഡേവിഡ് എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ RCC തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്ന സ്ഥിതിയിൽ ധ്യാനമന്ദിരത്തിൽ എത്തുകയുണ്ടായി. അദ്ദേഹത്തെ കൊണ്ടുവന്ന അടൂരുകാർ എന്നെ ഏൽപ്പിച്ചിട്ട് തിരിച്ചുപോയി. എന്നാൽ ധ്യാനത്തിൻ്റെ 4-ാം ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന എനിക്ക് കാണുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ ചില ഭാഗങ്ങൾ അഴുകിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ഭാഗം പരിപൂർണ സൗഖ്യം ദൈവം കൊടുക്കുന്നത് കാണുവാൻ എന്നെ ദൈവം അനുവദിച്ചു. ആ സൗഖ്യം കണ്ട നിമിഷം മുതൽ എനിക്കൊരു കാര്യം മനസ്സിലായി. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നെന്നും അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണെന്നും സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണെന്നും ജീവിതത്തിൽ എല്ലാ മേഖലകളെയും അവൻ ഏറ്റെടുക്കുന്നവനാണെന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ദൈവമാണ് എല്ലാത്തിനും ഉടയവനെന്നും ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്നും എനിക്ക് മനസ്സിലായി. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം എല്ലാം അവിടുന്ന് ചേർത്ത് തരുമെന്ന് എന്നെ മനസ്സിലാക്കി തന്നു. അവിടെ വെച്ച് ടോമി സാർ തൻ്റെ ടീമിനെ ദൈവത്തിന് സമർപ്പിച്ചു. തുടർന്ന് ചരിത്രം മാറിമറിഞ്ഞു. തൻ്റെ കലാലയത്തിനും ടീമിനും വേണ്ടിയുള്ള ടോമി സാറിൻ്റെ നിരന്തര പ്രാർത്ഥനകൾ ദൈവം കേട്ടു. സംസ്ഥാന സർക്കാരിൻ്റെ സ്പോർട്സ് ഹോസ്റ്റൽ രൂപത്തിൽ ദൈവാനുഗ്രഹം ടീമിനെ തേടിയെത്തി. അവിടം മുതൽ ഏതു പ്രവൃത്തിക്കു മുൻപും ദൈവസ്വരത്തിന് കാതോർക്കുവാൻ ഈ അധ്യാപകൻ തയ്യാറായി. ടോമി സാറിന് ലഭിച്ചതായ എല്ലാ താലന്തുകളും ദൈവതിരുനാമത്തിനും സമൂഹത്തിൻ്റെ ഉന്നതിക്കും അനേകം കുഞ്ഞുങ്ങളെ ഉന്നതികളിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനുമായി അദ്ദേഹം പ്രയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഒരു വലിയ സന്ദേശം ഇതിൽ നിന്ന് എനിക്ക് പറയുവാനുള്ളത്, ദൈവം നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ അതെന്തുമായിക്കൊള്ളട്ടെ, അത് ദൈവകരുണയോട് ചേർത്ത് വെച്ച് ദൈവതിരുനാമ മഹത്വത്തിനായി മറ്റുള്ളവർക്ക് അതുമൂലം നേട്ടമുണ്ടാകുവാനായി നാം നിസ്വാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ ദൈവം അതിൽ പ്രവർത്തിക്കും. സിനർജറ്റിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ദൈവശാസ്ത്രത്തിലുണ്ട്. അതായത് നന്മ പ്രവർത്തിക്കുവാനായി ഒരു ചുവട് നാം വെക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബാക്കി ചുവടുകൾ വയ്പ്പിച്ചുകൊള്ളും എന്നുള്ള ഒരു ദൈവശാസ്ത്ര ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ തിയോളജിക്കൽ സിനർജറ്റിസം എന്ന് പറയുന്നത്. ടോമി സാറിൻ്റെ കാര്യത്തിലും ഇത് വളരെ വാസ്തവമാണ്. തൻ്റെ താലന്തിനെ ടോമി സാർ കർത്താവിനെ ഏൽപ്പിച്ചു. അവിടുന്ന് അത് വാഴ്ത്തി തിരികെ നൽകി. അവിടെ മുതൽ മിന്നുന്ന വിജയങ്ങൾ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജ് നേടിത്തുടങ്ങി. പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെയൊക്കെയും പ്രിയങ്കരനായ ടോം സാർ ഭാഗ്യവാനാണ്. അദ്ദേഹം ഈ സ്ഥാപനത്തിൽ കാലുകുന്നിട്ടിട്ട് ഏതാണ്ട് 31 വർഷം കഴിയുന്നു. അന്ന് മുതൽ ഈ കോളേജിൻ്റെ യജസ് ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം വളരെ വളരെ യത്നിച്ചു പ്രവർത്തിച്ചു എന്നത് വളരെയേറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. അതിൻ്റെയൊക്കെയും പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. അന്നു മുതൽ തന്നെ ഈ കോളേജിൻ്റെ പെരുമയും അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം വളരെയേറെ സമ്മാനങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ പോലും വാരിക്കോരിയെടുക്കുന്നതിന് തക്കതായ നല്ല ഓമന കുഞ്ഞുങ്ങളെ കിട്ടി. അവരെ വേണ്ടവണ്ണം സ്നേഹിക്കുകയും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വലിയ ശ്രേഷ്ഠനായ അധ്യാപകനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാർ.
തൻ്റെ ശിഷ്യന്മാർക്ക് കായിക പരിശീലനങ്ങൾ മാത്രമല്ല, ആത്മീയ അച്ചടക്കത്തിൻ്റെ ഉപദേശങ്ങളും ഈ അധ്യാപകൻ നൽകി. സഹധർമ്മിണിയായ സിസിക്കൊപ്പം തൻ്റെ വിദ്യാർത്ഥികളെ ഓർത്ത് അനുദിനം ജപമാല കൈകളിലേന്തി പ്രാർത്ഥിച്ചു. ഓരോ ദിവ്യബലിയിലും തൻ്റെ ടീമിനെ ചേർത്തുവെച്ചു. കോളേജിലെ ഔദ്യോഗികമായ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും കോളേജിൽ ടൂർണമെൻറ്റുകൾ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഞാനും കൂടെ പോകുമായിരുന്നു. അപ്പോൾ ഈ ടൂർണമെൻറ്റൊക്കെ നടക്കുന്ന മാച്ചൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ നിത്യാരാധന ചാപ്പലിൽ എന്നെ ഇറക്കി വിടും. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ പിള്ളേരുടെ ടീമിൻ്റെ വിജയത്തിന് വേണ്ടിയൊക്കെ എപ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ടീമിന് എപ്പോഴും അങ്ങനെയൊക്കെ ഒത്തിരി നല്ല വിജയങ്ങൾ കിട്ടുവാൻ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഞങ്ങൾ കൂടെ പോകുന്ന സമയത്ത് പോലും അവിടെ ഇരുന്ന് ജമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എതിർ ടീം ഒത്തിരി പ്രബലരാണെ പോലും നമ്മൾക്ക് വിജയം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ എതിർ ടീമിൻ്റെ മാനേജരൊക്കെ വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ രഹസ്യം എന്താണെന്ന്. അപ്പോൾ ഞാൻ ജമാല ഉയർത്തി കാണിച്ചിട്ടുണ്ട്, ഇതാണ് ഇതിൻ്റെ രഹസ്യമെന്ന്. അങ്ങനെ അവർക്കും അതൊരു വിശ്വാസത്തിലേക്ക് അവരെ നടത്തുവാൻ പറ്റിയിട്ടുണ്ട്. ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ചതുപോലെയാണ് സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിന്റെ വിജയങ്ങളെന്ന് ടോമി സാർ പറയും. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുവന്റെ കാര്യങ്ങൾ ദൈവവും അന്വേഷിക്കുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ടോമി സാറ് പുണ്യശ്ലോകനായ തോമാമാർ ദിവനാശ്വസ് തിരുമേനിയുടെ നാമത്തിൽ അദ്ദേഹം വരുന്ന കാലം മുതൽ ഉണ്ടായിരുന്ന വോളിബോൾ ടൂർണമെൻറ്റ് അത് ഏറ്റവും ഉന്നതമായ നിലയിൽ നടക്കുവാൻ തക്കവണ്ണം ഈ കോളേജ് എങ്ങനെ ഉയരണം, ഇതിൻ്റെ യശസ് എങ്ങനെ ഉയർത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിച്ചു എന്ന് പറയുന്നതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ഓരോ ടീമും കളിക്കാൻ പോകുമ്പോൾ ഒരു പ്രാർത്ഥനാ സംഘം കൂടി അദ്ദേഹം പ്രത്യേകമായി ക്രമീകരിച്ചിരുന്നു എന്നുള്ളത് വളരെ സത്യമായ പരമാർത്ഥമാണ്. ദൈവത്തെ അറിയുന്ന ഒരാൾ തൻ്റെ ടീമിൻ്റെ കോച്ചായി വരണമെന്നതായിരുന്നു ടോമി സാറിൻ്റെ മറ്റൊരു പ്രാർത്ഥന. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അതിനും ഉത്തരം കൊടുത്തു. ബിജു മാത്യു എന്ന സമർത്ഥനായ കോച്ചിനെ ദൈവം ഈ ടീമിന് നൽകി. ഞാൻ ഒരിക്കലും ഇവിടെ വരാൻ ആഗ്രഹിച്ചൊരു കോച്ചല്ല, എങ്കിലും ദൈവം എന്നെ ഇവിടെ കൂട്ടിവരുത്തി. ടോമി സാറിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഞാൻ ഇന്നിവിടെ നിൽക്കാൻ കാരണം. ഞാനിവിടെ വരുന്ന സമയത്ത് ടീം വളരെ മോശമായ രീതിയിലായിരുന്നു, ഒരു സ്റ്റാൻഡേർഡും ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്കിവിടെ ഒരു നല്ല ടീം വരണം, നല്ലൊരു ഇതുണ്ടാകണം എന്ന് വിചാരിച്ചു. ആദ്യത്തെ വർഷം ഞങ്ങൾക്ക് റിസൾട്ട് മോശമായിരുന്നെങ്കിലും പിന്നീട് കുട്ടികളിവിടെ വന്നു ചേരുകയും അത് ഞങ്ങൾ ആരും അന്വേഷിക്കാതെ തന്നെ കുട്ടികളെ ഇവിടെ ദൈവം കൂട്ടി വരുത്തുകയായിരുന്നു. പ്രാർത്ഥനയുടെ ഫലം ഞങ്ങൾക്ക് നന്നായി അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായി അതിനുശേഷം ഞങ്ങൾക്ക് ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല ടീമായി ഞങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അതിൽ ദൈവനാമം മഹത്വപ്പെടുകയാണ്. ദൈവം ഞങ്ങൾക്ക് വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കുട്ടി ഇപ്പോൾ നാഷണൽസ് കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവാനുഗ്രഹമാണെന്ന് വിചാരിക്കുന്നു. 19 വയസ്സിൽ ആ കുട്ടി കളിക്കാൻ പറ്റിയത് തന്നെ ദൈവത്തിൻ്റെ നിയോഗമാണ്. അതിന് ടോമി സാറിന് നല്ല പങ്കുണ്ട്. അതായത് ഞങ്ങളുടെ പ്രാർത്ഥന, കൂട്ടായ്മ പ്രാർത്ഥന, അതുപോലെ പല കൂട്ടായ്മകളും ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ടീമിന്റെ ഭക്ഷണ കാര്യങ്ങളിൽ പോലും അതീവ ശ്രദ്ധ പുലർത്തിയ പ്രൊഫസർ ടോമി മികച്ച പരിശീലനത്തിനൊപ്പം മികച്ച ഭക്ഷണവും കുട്ടികൾക്ക് നൽകുവാൻ കഠിന പരിശ്രമം നടത്തി. ഈ ആത്മാർത്ഥതയെ ടോമി സാറിന്റെ സഹപ്രവർത്തകരും വിലമതിച്ചു. അധ്യാപകൻ്റെ ജോലി പഠിപ്പിക്കുക മാത്രമല്ല, അത് കുട്ടികളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും അവരോട് സ്നേഹമായി ഇടപെടുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നത് ഒരു ഉത്തമ അധ്യാപകൻ്റെ ലക്ഷണമാണ്. ഒരു അന്ധകാരത്തിലുള്ള വലിയ സമൂഹത്തിനെ പ്രകാശത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുക എന്നാണ് അധ്യാപകൻ്റെ മുഖ്യമായ ലക്ഷ്യം. തീർച്ചയായിട്ടും ടോമി സാറിനെ പറ്റി പറയുമ്പോൾ ഈ നിർവചനം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ ആപ്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ പുറം ലോകത്തൊന്നും അറിയപ്പെടാതിരുന്നൊരു കോളേജായിരുന്നു. അതിനുശേഷം ടോമി സാർ ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറായിട്ട് വന്നതിന് ശേഷം ചെറുതായിട്ട് കോളേജിൽ മത്സരങ്ങൾ വിജയിക്കുകയും വളരെ നല്ലൊരു ടീം ഇവിടെ ഉയർന്നു വരികയും ചെയ്തു. അതിനുശേഷമാണ് ബി സാർ ഇവിടെ കോച്ചായിട്ട് വന്നിരുന്നത്. ബി സാറിൻ്റെയും ടോമി സാറിൻ്റെയും നിരന്തരമായ പ്രയത്നത്തിലൂടെയാണ് ഇവിടെ വളരെ നല്ലൊരു വോളിബോൾ ടീം ഉണ്ടായത്. ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇവിടെ വന്നിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 30 കൂടുതൽ കുട്ടികൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോമി സാറിൻ്റെയും ബി സാറിൻ്റെയും വളരെയധികം പ്രയത്നം ഇങ്ങനെ നല്ലൊരു ടീം ഇവിടെ ഉണ്ടായി വരാൻ പ്രയത്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോമി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് വോളിബോൾ ഫീൽഡിൽ നിന്ന് തന്നെ വന്നൊരു സാറാണ്. അതുപോലെ തന്നെ ആത്മീയമായ രീതിയിൽ സാറ് വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് നമ്മുടെ വോളിബോൾ ടീമിന് വേണ്ടി. നമ്മളിപ്പോൾ എവിടെ കളിക്ക് പോയാലും സാറിൻ്റെ പ്രാർത്ഥനയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും നമ്മുടെ കൂടെ എന്നുമുണ്ട്. തൻ്റെ കായിക ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് സഹധർമ്മിണിയുടെ ആത്മീയ ജീവിതം കൊണ്ടാണ് എന്ന് ഈ അധ്യാപകന്റെ സാക്ഷ്യം. ഓരോ ടൂർണമെന്റുകൾ നടക്കുമ്പോഴും മക്കളായ യബിനും അലനും ഡോണയും അമ്മയ്ക്കൊപ്പം ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. മോശ തൻ്റെ ജനതയ്ക്കു വേണ്ടി ദൈവത്തോട് നിലവിളിച്ചതുപോലെ ഈ കുടുംബം തങ്ങളുടെ ടീമിനു വേണ്ടി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായി. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സാറ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് അദ്ദേഹം പോയിട്ടുള്ള മേഖലകളിലൊക്കെയും നേട്ടം കൊയ്തെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം സന്തോഷം പകർന്നു തരുന്ന വസ്തുതയാണ്. ഞാൻ ഓർക്കുന്നു, സാറ് ഏത് സ്ഥലത്ത് കുട്ടികളുമായിട്ട് മത്സരത്തിന് പോയാൽ അവിടെയൊക്കെയും പ്രാർത്ഥനയുടെ അനുഭവത്തിൽ പോകുന്ന ഒരു പ്രവർത്തനം കാണാമായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പ്രത്യേകിച്ചും വിദ്യാർത്ഥികളും വളരെയധികം പ്രാർത്ഥനാപൂർവ്വം അവിടെ പോവുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുകൊണ്ടുള്ളതുകൊണ്ടാണ് തീർച്ചയായും അഭിമാനകരമായ നേട്ടം ഈ സ്ഥാപനത്തിന് ഈ കായിക രംഗങ്ങൾ കൂടി കൊയ്തെടുക്കുവാനായിട്ട് സാധിച്ചത്. ടീമിന്റെ പ്രതിസന്ധികളിൽ ഗ്വാഡലുപ്പ മാതാവിനോട് നിരന്തരം മാധ്യസ്ഥം യാചിച്ച ഈ അധ്യാപകൻ ജീവിതത്തിൽ ദൈവം തന്നോട് കരുണ കാട്ടിയതുപോലെ നിരാലംബരെയും പാവപ്പെട്ടവരെയും അന്വേഷിച്ചു ചെല്ലേണ്ടത് കടമയായി കരുതി. അനേക വ്യക്തികൾ ഈ ദമ്പതികളുടെ യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ മൂലം മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിക്കുവാൻ ഇടവന്നു. അടൂർ എക്യുമെനിക്കൽ പ്രയർ ഗ്രൂപ്പ്, സെയിൻറ് ജോൺ ഓഫ് ദി ഗോഡ് സെന്റർ, കോട്ടയം മോചന സെന്റർ, മലയാലപ്പുഴ നവജീവൻ, കാഞ്ഞിരപ്പള്ളി പെനുവേൽ ആശ്രമം തുടങ്ങി ദൈവത്തെ നൽകുന്നവരോട് ചേർന്ന് നിൽക്കുവാൻ ഈ ദമ്പതികൾ ഇപ്പോഴും ശ്രമിക്കുന്നു. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്നു തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട കലാലയത്തിൻ്റെ പടികൾ ഇറങ്ങുവാൻ നേരമാവുമ്പോഴും ടോമി സാറിന് സന്തോഷമേയുള്ളൂ. ദൈവമേൽപ്പിച്ച താലന്ത് ഇരട്ടിയാക്കി തിരികെ നൽകിയ വിശ്വസ്തദാസന്റെ വിനീതമായ സന്തോഷം. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിഞ്ഞില്ല. കാരണം അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. മൂന്നാമതും കർത്താവ് സാമുവലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു പറഞ്ഞു, അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു.